ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ള ഒരു കട്ട്ലറ്റ് റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്, വെജിറ്റബിൾ കട്ട്ലറ്റ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുക്കാനും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനും ഒക്കെ പറ്റിയൊരു അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ്. കൂടാതെ നമുക്ക് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുത്തിട്ട് വറുത്ത് എടുക്കാവുന്നതുമാണ്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. അത്യാവശ്യം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. സ്റ്റീം ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ കുക്കറിലിട്ടിട്ട് 1-2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. ഒരു ചോപ്പറിലേക്ക് മീഡിയം സൈസ് വരുന്ന സവോളയും ഒരു പച്ചമുളകും, നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം വേണമെങ്കിൽ കൂട്ടാം, എരിവിനനുസരിച്ചിട്ട്. ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ. എന്നിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ക്യാരറ്റും ഇതേ രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടാതെ 2 ബീറ്റ്റൂട്ട് കൂടി ചേർത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എപ്പോഴും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ കത്തി കൊണ്ടാണ് അരിയുന്നതെങ്കിൽ നല്ല തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് സവോള മിക്സ് ഒന്ന് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഈ അളവിൻ്റെ പകുതിയൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. അപ്പം നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട്, 2 ബീറ്റ്റൂട്ടാണ്, അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 8 ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കുറക്കോ കൂട്ടോ ചെയ്യാം. ഇനി ബീൻസ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. ഇനി നമ്മൾ 3 ടേബിൾ സ്പൂൺ ഫ്രോസൺ ഗ്രീൻ പീസ് കൂടി ചേർക്കുന്നുണ്ട്. ഇതും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്, പക്ഷേ ഇത് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാലകൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ ഇതിലേക്ക് 3/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ഇതേപോലെ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക. 1 ടീസ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ഗരം മസാല കൂടി ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഈ സമയത്താണ് അത് ചേർത്ത് കൊടുക്കേണ്ടത് ചേർക്കുന്നുണ്ടെങ്കിൽ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കുറച്ച് കറിവേപ്പില ഒന്ന് ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് ബാക്കി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഈ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പോളം ഞാൻ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് നമുക്ക് ഷേപ്പിൽ ആക്കിയെടുക്കാനും സഹായിക്കും. അതേപോലെ കുറച്ച് ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ കട്ട്ലറ്റിന് നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും. ഇനി ഈ കട്ട്ലറ്റ് നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മിക്സ് റെഡിയാക്കാം. 2.5 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ് ആക്കേണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കേണ്ട പാകത്തിൽ നമ്മൾ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിന് പകരം ഒരു മുട്ട അടിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ
ഈ ഒരു രീതിയിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വല്ല മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് അതിലേക്ക് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ കൈ വെച്ചിട്ട് എടുക്കാനും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ മിക്സിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ കട്ട്ലറ്റും ഒന്ന് ഷേപ്പ് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലും നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഷേപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് വേറെ മോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കുക്കി കട്ടറോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടാനുസരണം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു രീതിയിലും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്കൊന്നൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേടുകൂടാതെ കുറേ നാൾ അത് നിൽക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം വറുത്ത് കോരി എടുക്കാവുന്നതാണ്. അപ്പം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുന്നതാണെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറച്ച് നേരത്തെ എടുത്തു വെച്ചിട്ട് അത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്ക് നമുക്ക് കൊടുത്തു വിടാനും പറ്റും. അതേപോലെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും. കാരണം ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ തന്നെ നമ്മളിത് തിരിക്കാനും മറിക്കാനും ഒന്നും പോകരുത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഷാലോ ഫ്രൈയിങ് ആണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താലും അങ്ങനെ ചെയ്താലും എല്ലാം ടേസ്റ്റൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളെ കട്ട്ലറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ ടിഷ്യൂലോ വെച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഓയിലൊക്കെ അത് അബ്സോർബ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മൊരിഞ്ഞ കട്ട്ലറ്റ്, പുറമേ മൊരിഞ്ഞിരിക്കുമെങ്കിൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്യാം. ഇത് കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.